ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഈ ഒരു നേട്ടത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ-US ട്രേഡ് ഡീലിൻ്റെ ഒരു ഒപ്റ്റിമിസം വർദ്ധിച്ചതായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കമൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് അഗ്രിമെൻ്റ് ഒക്കെ തന്നെ അധികം വൈകില്ല എന്ന രീതിയിലുള്ള ഒരു കമൻറ്റൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഗ്ലോബലി തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനൊക്കെ തന്നെ ഒരു വളരെ മികച്ച രീതിയിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ട്രേഡ് ഡീൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ടിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു കരുത്ത് പകരും. കൂടാതെ നോക്കുകയാണെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്കും ഒരു ഉത്തേജനം എന്നുള്ളൊരു നിലയിലും ഈ ഒരു ഇന്ത്യ-US ട്രേഡ് ഡീലിന് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ അമേരിക്കയിലേക്കുള്ള ചില വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 25% ഒരു ബേസിസ് പോയിൻറ്റ്സ് 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഒരു റേറ്റ് കട്ടാണ് നിലയിൽ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും നടക്കും എന്നൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിപണി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും US ഉള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ കൂടുതലായിട്ടും എമേർജിംഗ് മാർക്കറ്റ്സിലേക്ക് തങ്ങളുടെ മണി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ഒരു എമേർജിംഗ് മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിലൊക്കെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും കൂടി വരുന്നു എന്നതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും FISൻ്റെ ഭാഗത്ത് നിന്നൊക്കെ മികച്ച രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊക്കെയുള്ളതും വിപണിയിൽ ഇന്നത്തെ ഒരു റാലിക്ക് ഒരു കരുത്ത് പകർന്നിരിക്കുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ടേക്ക് ഓവേഴ്സ് നോക്കുകയാണെങ്കിലും US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ USലെ എല്ലാ പ്രധാനപ്പെട്ടിട്ടുള്ള മാർക്കറ്റുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നാസ്ഡാക്ക്, ഡോ ജോൺസ്, S&P 500 ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറിച്ച് ഏഷ്യൻ വിപണികളിലേക്ക് വരികയാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു പ്രകടനം തന്നെ ഉണ്ടാകുന്നു. ഇനി നിക്കേ 25 പരിശോധിക്കുകയാണെങ്കിലും കോസ്പി സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഷാങ്ഹായ് കോമ്പോസിറ്റ് സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നേട്ടം കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നിപ്പോൾ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടായി വരുന്നു. കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ മാർക്കറ്റിലെ ഒരു ഇടിവിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചു എന്നതായിരുന്നു. എന്നാൽ ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവും വിപണിക്ക് ഒരു സപ്പോർട്ട് പകരുന്നു. ഇത്